ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 29. കമ്പ്യൂട്ട് ദ ക്വാഡ്രാറ്റിക് ഫോം x ട്രാൻസ്പോസ് x when a equal to 5, 1/3, 1/3, 1. നമുക്കിവിടെ a എന്നുള്ള ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്, 2/2 മാട്രിക്സ് ആണ്. ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? x ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഫോം ഫൈൻഡ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ എക്സ് തന്നിട്ടുണ്ട്. എക്സ് ആരാണ്? x1 x2 ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ട്രാൻസ്പോസ് എക്സ് ഫൈൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഈ കോളം മെട്രിക്സിന്റെ റോ മെട്രിക്സ് ആക്കി എഴുതി. പിന്നെ എ നമുക്ക് തന്ന മെട്രിക്സ് ഇതാ ഇവിടെ അതേപോലെ എഴുതി. പിന്നെ എക്സ് ഉള്ളത് കോളം മെട്രിക്സ് ആണത് ഇവിടെ എഴുതി. നമ്മൾ എന്ത് ചെയ്യാം? ഈ മൂന്ന് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആദ്യം ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5 ഇൻറ്റു x1 പ്ലസ് 1/3 ഇൻറ്റു x2. ഓക്കെ, അതേപോലെ 1/3 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ x1 ഇൻറ്റു ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ x1 ഇൻറ്റു 5x1 എന്ന് പറയുമ്പോൾ 5x1 സ്ക്വയർ പ്ലസ് പിന്നെ x1 ഇൻറ്റു 1/3 x2. ഓക്കെ, അപ്പോൾ 1/3 x1 x2. ഓക്കെ, പ്ലസ് അടുത്തത് x2 ഇൻറ്റു ഈ റോ. അപ്പോൾ x2 ഇൻറ്റു 1/3 x1 എന്ന് പറയുമ്പോൾ 1/3 x1 x2 പ്ലസ് പിന്നെ x2 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ x2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കൂ ഇവിടെ 5x1 സ്ക്വയർ പ്ലസ് പിന്നെ 1/3 x1 x2 1/3 x1 x2 ആഡ് ചെയ്യുമ്പോൾ അത് 2/3 x1 x2 എന്ന് വരും. ഓക്കെ, പ്ലസ് ലാസ്റ്റ് x2 സ്ക്വയർ. ഈ കിട്ടുന്ന 5x1 സ്ക്വയർ പ്ലസ് 5x1 സ്ക്വയർ പ്ലസ് 2/3 x1 x2 പ്ലസ് x2 സ്ക്വയർ ആണ് നിങ്ങളുടെ ഈ x ഈക്വൽ x1 x2 എന്നുള്ള കോളം മാട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം. നിങ്ങൾ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി നമ്മുടെ മെട്രിക്സ് കോളം മെട്രിക്സ് എക്സ് 6 1 ഉള്ളതാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഫൈൻഡ് ചെയ്ത ഇക്വേഷനിൽ നിങ്ങൾ x1ന് 6ഉം x2ന് 1ഉം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എക്സിന്റെ വാല്യൂ 6 ആണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഇക്വേഷനിൽ x1ന് 6ഉം x2ന് 1ഉം കൊടുക്കാം. അപ്പോൾ 5 ഇൻറ്റു x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ പ്ലസ് 2/3 ഇൻറ്റു x1 x2 എന്ന് പറയുമ്പോൾ 2/3 ഇൻറ്റു 6 ഇൻറ്റു 1 പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 185 കിട്ടും. ഇതേപോലെ നമ്മൾ എക്സിന്റെ വാല്യൂ 13 ആണെങ്കിൽ x1ന് 1ഉം x2ന് 3ഉം കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് 16 കിട്ടും. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ജനറൽ ഇക്വേഷൻ ആണ്. അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. ഇനി ഇവിടുത്തെ x1ന്റെയും x2ന്റെയും x1 x2ന്റെ ഒക്കെ അടുത്തുള്ള നമ്പേഴ്സിൽ മാറ്റം വരും. എന്തിനനുസരിച്ച്? നമ്മൾ ഇവിടുത്തെ മെട്രിക്സിനനുസരിച്ച്. ഓക്കെ,